പ്രിയ മക്കൾക്ക് സാദര നമസ്കാരം. ഈ ആഴ്ചയിലെ സുഭാഷിതം: രൂപയൗവന സമ്പന്ന വിശാലകുല സംഭവാഃ വിദ്യാഹീനാന ശോഭന്തേ നിർഗന്ധാ ഇവ കിംശുകാ. സുന്ദരമായ രൂപമാണെങ്കിലും യൗവന യുക്തനാണെങ്കിലും വളരെ പ്രശസ്തമായ കുലത്തിലാണ് ജന്മമെങ്കിലും വിദ്യ ആർജിക്കാത്തവർ ശോഭിക്കുന്നില്ല. ഗന്ധമില്ലാത്ത പുഷ്പത്തെ പോലെയാണ് അവൻ്റെ അവസ്ഥ. യാതൊരു ഗുണവിശേഷവുമില്ലെന്നർത്ഥം. വളരെ സുന്ദരമായ രൂപമുണ്ട്, ചെറുപ്പക്കാരനാണ്, വളരെ കേളികെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷേ വിദ്യാഭ്യാസമില്ല. വിദ്യയില്ല എങ്കിൽ അവൻ മുരിക്കിൻ്റെ പൂ പോലെയാണ്. മുരിക്കിൻ്റെ പൂവ് കാണാനൊക്കെ വളരെ ഭംഗിയാണ്, പക്ഷെ പൂജയ്ക്കെടുക്കില്ല, ആർക്കും വേണ്ട, സുഗന്ധമില്ല. മുരിക്കിൻ്റെ പൂവ് കാണുവാൻ ഭംഗിയുള്ളതാണെങ്കിലും ആർക്കും അത് വേണ്ട, ആരും അത് ഇഷ്ടപ്പെടുന്നുമില്ല. ഇതുപോലെ ആകരുത്. യുവത്വമുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, വലിയ കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷേ അറിവില്ല എങ്കിൽ ലോകമൊരിക്കലും മാനിക്കുന്നില്ല. അറിവുള്ളവരെ ലോകം മാനിക്കുന്നു, അറിവുള്ളവരെ ലോകം ആദരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും അറിവ് നേടണം. കുടുംബത്തിൻ്റെ മഹിമയും ആരോഗ്യത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല അറിവ് നേടണം എല്ലാവരും എന്നാണ് നമ്മുടെ ആചാര്യന്മാർ ഈ സുഭാഷിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്നറിയുക. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.